മത്സ്യബന്ധന തുറമുഖം ജില്ല. അഴീക്കൽ മത്സ്യബന്ധന തുറമുഖം കൊല്ലം ജില്ലയിലാണ്. അഴീക്കൽ മത്സ്യബന്ധന തുറമുഖം കൊല്ലം ജില്ലയിലാണ്. പൊന്നാനി മത്സ്യബന്ധന തുറമുഖം മലപ്പുറം ജില്ലയിലാണ്. പൊന്നാനി മത്സ്യബന്ധന തുറമുഖം മലപ്പുറം ജില്ലയിലാണ്. നീണ്ടകര മത്സ്യബന്ധന തുറമുഖം കൊല്ലം ജില്ലയിലാണ്. നീണ്ടകര മത്സ്യബന്ധന തുറമുഖം കൊല്ലം ജില്ലയിലാണ്. കായംകുളം മത്സ്യബന്ധന തുറമുഖം ആലപ്പുഴയിലാണ്. കായംകുളം മത്സ്യബന്ധന തുറമുഖം ആലപ്പുഴ ജില്ലയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഉൾനാടൻ തുറമുഖം ഏതാണ്? ഉത്തരം കോട്ടയം ജില്ലയിലെ നാട്ടകം. ഇന്ത്യയിലെ ആദ്യത്തെ ഉൾനാടൻ തുറമുഖം ഏത്? ഉത്തരം കോട്ടയം ജില്ലയിലെ നാട്ടകം. സത്യത്തിൻ്റെ തുറമുഖം എന്നറിയപ്പെടുന്നത് ഏത്? ഉത്തരം കോഴിക്കോട് തുറമുഖം. സത്യത്തിൻ്റെ തുറമുഖം എന്നറിയപ്പെടുന്നത് ഏത്? ഉത്തരം കോഴിക്കോട് തുറമുഖം. വന്യജീവി സങ്കേതം ജില്ല. കരിമ്പുഴ വന്യജീവി സങ്കേതം മലപ്പുറം ജില്ലയിലാണ്. കരിമ്പുഴ വന്യജീവി സങ്കേതം മലപ്പുറം ജില്ലയിലാണ്. ശെന്തുരുണി വന്യജീവി സങ്കേതം കൊല്ലം ജില്ലയിലാണ്. ശെന്തുരുണി വന്യജീവി സങ്കേതം കൊല്ലം ജില്ലയിലാണ്. ചിമ്മിനി വന്യജീവി സങ്കേതം തൃശ്ശൂർ ജില്ലയിലാണ്. ചിമ്മിനി വന്യജീവി സങ്കേതം തൃശ്ശൂർ ജില്ലയിലാണ്. പക്ഷി സങ്കേതം ജില്ല. പക്ഷി സങ്കേതം ജില്ല. ചൂലന്നൂർ പാലക്കാട് ജില്ലയിലാണ്. ചൂലന്നൂർ പാലക്കാട് ജില്ലയിലാണ്. തട്ടേക്കാട് എറണാകുളം ജില്ലയിലാണ്. തട്ടേക്കാട് എറണാകുളം ജില്ലയിലാണ്. മംഗളവനം എറണാകുളം ജില്ലയിലാണ്. മംഗളവനം എറണാകുളം ജില്ലയിലാണ്. കുമരകം കോട്ടയം ജില്ലയിലാണ്. കുമരകം കോട്ടയം ജില്ലയിലാണ്. അരിപ്പ തിരുവനന്തപുരം ജില്ലയിലാണ്. അരിപ്പ തിരുവനന്തപുരം ജില്ലയിലാണ്. കടലുണ്ടി മലപ്പുറം ജില്ലയിലാണ്. കടലുണ്ടി മലപ്പുറം ജില്ലയിലാണ്. കേരളത്തിലെ ഏക ആദിവാസി പഞ്ചായത്ത് ഏത്? ഉത്തരം ഇടുക്കി ജില്ലയിലെ ഇടമലക്കുടി. കേരളത്തിലെ ഏക ആദിവാസി പഞ്ചായത്ത് ഏത്? ഉത്തരം ഇടുക്കി ജില്ലയിലെ ഇടമലക്കുടി. ചമ്പൽ നദിയിൽ നിർമ്മിച്ച 4 അണക്കെട്ടുകളിൽ ആദ്യത്തേതേത്? ഉത്തരം ഗാന്ധി സാഗർ അണക്കെട്ട്. 1954 മാർച്ച് 7 പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവാണ് തറക്കല്ലിട്ടത്. 1957 പവർ സ്റ്റേഷൻ പ്രവർത്തനം തുടങ്ങി. 1960 വൈദ്യുതി ഉത്പാദനം തുടങ്ങി. ചമ്പൽ നദിയിൽ നിർമ്മിച്ച 4 അണക്കെട്ടുകളിൽ ആദ്യത്തേത് ഏത്? ഉത്തരം ഗാന്ധി സാഗർ അണക്കെട്ട്. 1954 മാർച്ച് 7 പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു തറക്കല്ലിട്ടു. 1957 പവർ സ്റ്റേഷൻ പ്രവർത്തനം തുടങ്ങി. 1960 വൈദ്യുതി ഉത്പാദനം തുടങ്ങി.